ആലുവയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 3 വയസ്സുകാരനെ മർദ്ദിച്ചത് അമ്മ. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അമ്മ ഇക്കാര്യം സമ്മതിച്ചത്. വലിയ തടി കൊണ്ട് കുട്ടിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അനുസരണക്കേടിനെ ശിക്ഷിച്ചതാണെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. കുട്ടി ക്രൂരമായ പീഡനമാണ് നേരിട്ടിരുന്നത്. കുട്ടിയെ നിരന്തരം മർദ്ദിച്ചു. ശരീരത്തിൽ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. കുട്ടിയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുണ്ടെന്നും ഇത് കുട്ടി നിരന്തരം ക്രൂരമർദ്ദനത്തിന് ഇരയായതിന്റെ ലക്ഷണമാണെന്നും ഡോക്ടർമാർ സൂചിപ്പിച്ചു. കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കും. ഇരുവർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു. കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തതായി ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. അതിനിടെ കുട്ടിയുടെ അമ്മ ജാർഖണ്ഡ് സ്വദേശിയാണെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കാനായി കേരള പോലീസ് ജാർഖണ്ഡ്, ബീഹാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ തന്നെയാണോ ഇവരെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടിയുടെ തലയോട്ടിക്കും തലച്ചോറിനും പരുക്കുണ്ട്. തലയോട്ടിയിൽ പൊട്ടലും ശരീരമാസകലം പൊള്ളലേറ്റ പാടുകളുമായി 3 വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏലൂർ പഴയ ആനവാതിലിനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ മകനെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആക്കിയത്. പിതാവാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കു വിധേയനാക്കി. മേശപ്പുറത്ത് നിന്ന് വീണെന്ന് പറഞ്ഞാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ട ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും ചൈൽഡ് ലൈൻ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിരുന്നു. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചു കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.